കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലെ അണ്ടർ ആൻഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കോൾസ് ഇൻ ആരിയസ് അഥവാ some shareholders may fail to pay the allotment or call money. The amount remaining unpaid is called calls in arrears. ചില ഷെയർ ഹോൾഡേഴ്സ് അപ്ലിക്കേഷൻ മണി കൊടുത്തതിന് ശേഷം വരുന്ന അവരുടെ ബാലൻസിങ് എമൗണ്ട്, ഷെയറിൻ്റെ ബാലൻസിങ് എമൗണ്ട് അലോട്ട്മെൻറ്റ് സമയത്തും അതുപോലെ തന്നെ കോൾസിൻ്റെ സമയത്തും, ഫസ്റ്റ് കോളിൻ്റെയും ഫൈനൽ കോൾസിൻ്റെയും സമയത്ത് കൊടുക്കേണ്ട എമൗണ്ടിൽ അവർ ഇപ്പോൾ 10 രൂപ കൊടുക്കേണ്ടടുത്ത് 8 രൂപയെ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷെയറിന് ക്യാഷ് കൊടുക്കേണ്ടടുത്ത് 8 ഷെയറിന് ക്യാഷ് കൊടുത്തിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ ആരിയേഴ്സ്, അതായത് ഡ്യൂവിൻ്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് ക്യാഷ് കൊടുക്കാതിരിക്കുന്ന, അതിന് അരിയർ വരുത്തുക എന്നുള്ളതിനെയാണ് കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ ഓൺ കോൾ ഈസ് കോൾഡ് കോൾസ് ഇൻ ആരിയേഴ്സ്. എമൗണ്ട് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത്. അത് അലോട്ട്മെൻറ്റ് സമയത്തായിരിക്കാം, ഓർ ഓൺ കോളിൻ്റെ സമയത്തായിരിക്കാം, ഫസ്റ്റ് കോളിൻ്റെയോ ഫൈനൽ കോളിൻ്റെയോ സമയത്തായിരിക്കാം ഈ എമൗണ്ട് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ ആരിയേഴ്സ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ടോട്ടൽ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മളുടെ എത്ര ടോട്ടൽ എമൗണ്ട് ആരിയേഴ്സ് വരുത്തിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് കമ്പനി എത്രയാണ് ഇതുവരെയായിട്ട് ഷെയറിൻ്റെ എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അത് മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഒരു ഷെയർ ഹോൾഡർ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത് ആണ് എമൗണ്ട് ഓഫ് കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൃത്യമായിട്ട് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ കോൾസ് ഇൻ ആരിയേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, അതിലെടുക്ക് ഫെയിൽസ് ടു പേ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് എന്ന് കൊടുത്തു. അഥവാ കമ്പനി നമ്മളുടെ ഷെയർ ഹോൾഡറിൽ നിന്ന് അപ്ലിക്കേഷൻ സ്വീകരിച്ച് അലോട്ട്മെൻറ്റ് സമയത്തും പണം അടക്കാനായിട്ട് പറയുന്നു, ഷെയറിൻ്റെ ബാലൻസിങ് എമൗണ്ട്സ്. അപ്പോൾ ആ ഒരു എമൗണ്ട്സ് നമ്മൾ ഷെയർ ഹോൾഡർ ഫെയിൽ ആകുമ്പോഴാണ് അതിനെയാണ് കോൾസ് ഇൻ ആരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെത്തേഡ്സ് എന്തൊക്കെയാണ്, കോൾസ് ഇൻ ആരിയേഴ്സിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 2 മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. അരിയർ അക്കൗണ്ട് പ്രത്യേകമായിട്ട് ഇല്ലാത്ത സമയത്ത് വരുത്തുന്ന അരിയേഴ്സ്. മറ്റൊന്ന് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൽ വരുത്തുന്ന, അല്ലെങ്കിൽ അരിയർ അക്കൗണ്ട് ഉണ്ടായിരിക്കുമ്പോൾ വരുത്തുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വരുമ്പോൾ ഉള്ള കോൾസ് ഇൻ അരിയർ. ഇതിൽ ഫസ്റ്റ് വൺ വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ദ അരിയർ അക്കൗണ്ട്. The company can account for calls in arrear without opening calls in arrear account by deducting the arrear amount. Under this alternative, ഈ ഓൾട്ടർനേറ്റീവിൻ്റെ കീഴിൽ no separate account for calls in arrear is maintained. ഇവിടെ വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൽ നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റീവിൽ സെപ്പറേറ്റ് ആയിട്ട് കോൾസ് ഇൻ അരിയറിന് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഷോൺ ബൈ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഓർ ഷെയർ കോൾ അക്കൗണ്ട് റെപ്രസെൻറ്റ് കോൾസ് ഇൻ അരിയർ. ജേണലിൽ ഡെബിറ്റ് ബാലൻസിൽ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കൂടെയോ ഷെയർ കോൾ അക്കൗണ്ടിൻ്റെ കൂടെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
suppose first call money 50,000 shares rupees 30 per share ആണെങ്കിൽ in first call money is received on 49 shares. നമ്മൾക്ക് ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത് 50,000 ഷെയർസിൻ്റെ 30 രൂപ വെച്ചിട്ടാണെങ്കിൽ അവിടെ നമ്മൾക്ക് വരേണ്ട എമൗണ്ട് 50,000 ഇൻറ്റു 30 ആണ്. അതിന് പകരമായിട്ട് നമ്മൾക്ക് 49,000 ഷെയറിൻ്റെ എമൗണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ദർ വിൽ ബി എ ഡെബിറ്റ് ബാലൻസ് ഓഫ് 30,000. ദാറ്റ് ഈസ് അവിടെ ഒരു ഡെബിറ്റ് ബാലൻസ് എക്സ്ട്രാ ആയിട്ട് വരും. എങ്ങനെയാണ്? നമ്മുടെ 1000 ഷെയർസ് അരിയറായി, അപ്പോൾ 1000 ഇൻറ്റു 30 ദ ഫസ്റ്റ് കോൾ ഇൻ ദ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ അത് വരും. അപ്പോൾ ദിസ് റെപ്രസെൻറ്റ്, അതാണ് നമ്മുടെ കോൾസ് ഇൻ അരിയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ദ കോൾസ് ഇൻ അരിയർ അറൈസ് റിസീവ്ഡ് ലേറ്റർ, നമ്മൾ ഈ കോൾസ് ഇൻ അരിയർ വരുത്തിയ, അതായത് അഥവാ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 50,000-ൽ 49,000 ആണ് നമ്മൾക്ക് കിട്ടിയത്. 1000 ഷെയർസ് അരിയർ വരുത്തി, അത് നമ്മൾ അരിയർ വരുത്തിയപ്പോൾ നമ്മൾ ഡെബിറ്റ് ബാലൻസിൽ കാണിച്ചു. ഇനി അഥവാ ഇത് ലേറ്റർ എന്നെങ്കിലും നമ്മൾക്കിത് തിരികെ ലഭിക്കുകയാണെങ്കിൽ, അഥവാ ഈ ഒരു എമൗണ്ട് റിസീവ്ഡ് ലേറ്റർ ആണെങ്കിൽ ഈ ഒരു റെലവൻറ്റ് കോൾ അക്കൗണ്ട്, ഈ ഒരു കോൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം എന്നുള്ള. നൗ ദർ വിൽ ബി നോ ബാലൻസ് ഇൻ ദ റെലവൻറ്റ് കോൾ അക്കൗണ്ട്. അഥവാ ഈ ഒരു കോൾസ് ഇൻ അരിയറിൽ ഇനി യാതൊരു എമൗണ്ടും ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദർ ആർ നോ കോൾസ് ഇൻ അരിയർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇസ്, ഇനി രണ്ടാമത്തതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. ഇവിടെ അണ്ടർ ദിസ് മെത്തേഡ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയറിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൾസ് ഇൻ അരിയറിന് വേണ്ടിയിട്ട്, ഫോർ കോൾസ് ഇൻ അരിയർ, അപ്പോൾ നമ്മളെ ഷെയർ ഹോൾഡേഴ്സ് വരുത്തുന്ന അരിയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് കോൾസ് വരുത്തും എന്നുള്ളതാണ്. ദ ഫോളോയിങ് ജേർണൽ എൻട്രീസ് ആർ റിക്വയർഡ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ജേർണൽ എൻട്രീസ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. അലോട്ട്മെൻറ്റ് സമയത്തോ കോളിൻ്റെ സമയത്തോ, ഫസ്റ്റ് കോൾ ഓർ ഫൈനൽ കോളിൻ്റെ സമയത്തോ നമ്മൾക്ക് ഡ്യൂ ആവാത്ത, നോൺ പേയ്മെൻ്റ് ആവാത്ത അലോട്ട്മെൻറ്റ് മണി അരിയറായി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഏത് രൂപത്തിലാണ്? ജേർണൽ എൻട്രി കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. Calls in arrear account, amount due in, that is asset, to share allotment unpaid, to call unpaid. ഇങ്ങനെയാണ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി സമയത്ത്. നെക്സ്റ്റ് ഇസ് റിസീവിങ് കോൾസ് ഇൻ അരിയർ. അതായത് അഥവാ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു കോൾസ് ഇൻ അരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആയിട്ടും, അതുപോലെ തന്നെ ഇത് റിസീവ് ചെയ്യുമ്പോൾ കോൾസ് ഇൻ അരിയർ ലേറ്റർ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു സർട്ടൈൻ അക്കൗണ്ട് ക്രെഡിറ്റും ചെയ്യുന്നു. അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ്. ദസ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അത് നോക്കാം. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്? ദ കമ്പനി ക്യാൻ ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ ദ അരിയേഴ്സ് അറ്റ് റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ആർട്ടിക്കിൾ. കമ്പനിക്ക് ഇവർ വരുത്തുന്ന, അതായത് ഷെയർ ഹോൾഡേഴ്സ് വരുത്തുന്ന കോൾസ് ഇൻ അരിയേഴ്സ്, അവർ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട്സിന് നമ്മൾക്ക് എന്ത് വരുത്താം? ഇൻട്രസ്റ്റ് നൽകാം. ഈ കമ്പനി ആർട്ടിക്കിൾ പ്രകാരം, if the article is silent about the percentage of interest, ഈ ആർട്ടിക്കിൾ എന്താണ്? സൈലൻ്റ് ആണ്. എന്തിൻ്റെ പേരിൽ? എത്ര പെർസെൻറ്റേജ് വരുത്തണം എന്നുള്ളത്. ദ കമ്പനി ക്യാൻ 10% per annum as per
ടേബിൾ ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനിക്ക് 10% വരെ ചുമത്താം ഒരു വർഷത്തിൽ കമ്പനി ആക്ട് 2013 പ്രകാരം. ഓക്കെ, ടേബിൾ എഫ് പ്രകാരം. ഓക്കെ, interest is charged for the period of intervening between the due date of the call and the time of actual payment. നമ്മൾക്ക് ഈ ഇൻട്രസ്റ്റ് മേടിക്കാനായിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ പീരീഡ് ഓഫ് അവർ വരുത്തിയിട്ടുള്ള ഈ പെയിൽസിൻ്റെ അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഈ പീരീഡിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ പീരീഡ് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ കമ്പനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആ ദിവസം തൊട്ടിട്ട് ആക്ച്വൽ പേയ്മെൻറ്റ് എന്ന് വരെയാണോ നടത്തുന്നത് അതുവരെയാണ് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഈടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾക്ക് നോക്കാം. ഇൻട്രസ്റ്റ് റിസീവബിൾ ചെയ്യുമ്പോൾ നമ്മൾ സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ ഏരിയസ് അല്ലേ. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ, നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇൻട്രസ്റ്റ് റിസീവ് ഫോർ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ടഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ഇസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മളുടെ കോൾസ് മണി, അലോട്ട്മെൻറ്റ് മണിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള അതേ ജേണൽ എൻട്രീസ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും മാറുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോൾസ് ഇൻ അരിയേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറയുന്നത്, അരുൺ ലിമിറ്റഡ് ഹാസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh ഷെയർസ് വർത്ത് ₹10 each. Company issued 1 lakh equity shares for 10 each. The amount payable as ₹2 on application, Rs3 on allotment and Rs5 on call. All money due was received except the 2000 shares, shows the journal entries. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്? അരുൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakh ആണ്. ആ 10 lakh ഷെയർസ് ₹10 each ആണ്. കമ്പനി അവർക്ക് പബ്ലിക്കിനായിട്ട് 1 lakh ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ₹10 ഫേസ് വാല്യൂ വെച്ചിട്ട്. ദ എമൗണ്ട് പേയബിൾ, ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് പേയബിൾ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ സമയത്ത് ₹2, അത് അലോട്ട്മെൻറ്റ് സമയത്ത് ₹3, ₹5 കോൾസിൻ്റെ സമയത്ത്. എല്ലാ മണിയും റിസീവ് ചെയ്തു എക്സെപ്റ്റ് 2000, അഥവാ 1 lakh ഇക്വിറ്റി ഷെയർ നമ്മൾ ഇറക്കിയിട്ട് 2000 ഷെയർസ് ഒഴികെ എല്ലാ ഷെയർസിൻ്റെയും മണിയും നമ്മൾക്ക് എന്ത് ചെയ്തു, റിസീവ് ചെയ്തു എന്നുള്ളതാണ്, അഥവാ കോൾസ് ഇൻ അരിയർ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണി നമ്മൾക്ക് റിസീവ് ആയി കഴിഞ്ഞാലുള്ളതാണ്, അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ എത്രയാണ്, നമ്മൾ 1 lakh ആയിരുന്നു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായി. 1 lakh into 2, that is 2 lakh. ഇനി ഈ ഷെയർ ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം എങ്ങോട്ടേക്ക്, ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 2 lakh. നെക്സ്റ്റ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അലോട്ട്മെൻറ്റ് മണി നമ്മൾക്ക് ₹3 ലഭിക്കുന്നത്. അത് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലിൽ ഡ്യൂ ആവുമ്പോൾ
നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ദാറ്റ് ഈസ് 1 lakh ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 lakh എമൗണ്ട് ഡ്യൂ ആവുന്നുണ്ട്. പക്ഷേ നമ്മളിത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 2000 ഷെയർസിൻ്റെ കുറവ് വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് വന്നത് 98,000 ഷെയർസാണ്. 98,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 2,94,000. കോൾസ് ഇൻ അരിയർ വരുത്തിയത് അവിടെ 2,000 ഷെയർസാണ്. അപ്പോൾ ദാറ്റ് ഈസ് 2,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6,000. ടു ഷെയർ അലോട്ട്മെൻറ്റിലോട്ട് എത്രയാണ് 3 lakh അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തത്. ഓക്കെ, ഇനി ഷെയർ ഫൈനൽ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 3 lakh. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ 3 lakh. അഥവാ ഇപ്പോൾ നമ്മൾ ഫൈനൽ കോളിൻ്റെയും ഇതിൻ്റെ മണി ഡ്യൂ ആയി അത് ട്രാൻസ്ഫർ ചെയ്ത് അത് നമ്മൾ തുടർച്ചയായിട്ടുള്ള പ്രോബ്ലംസിൽ പറയുന്നത് കൊണ്ടാണ് വിശദീകരിക്കാതിരുന്നത്. ഇവിടെ നമ്മൾക്ക് 2,000 രൂപയുടെ മണി എന്ത് വന്നിട്ടില്ല, ലെറ്റർ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് അരിയർ വരുത്തി എന്ന് മാത്രമേ നമ്മളോട് എന്ത് ചെയ്യുന്നുള്ളൂ, ക്വസ്റ്റ്യനിൽ പറയുള്ളൂ. അപ്പോൾ ആ ഒരു ജേണൽ എൻട്രിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിയർ വരുത്തുന്ന എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ബാലൻസിൽ കാണിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ബാലൻസിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് 6,000. ഓക്കെ ഓൾ ഓഫ് യു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.